ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നത്തെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 7 മണി. 7 മണിയല്ല, ഇപ്പോൾ സമയം 7:10. നമുക്ക് ഞാനിപ്പം കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് കുത്തിയിരിക്കുവാണ്. ഇനി ഡ്രസ്സ് മാറണം. കൊച്ചു അവിടെയാണല്ലോ. എനിക്ക് 2 ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കൊച്ചപ്പുറത്താണ്. ഇനി അങ്ങോട്ട് പോകണം. അവിടെ സ്കൂളിൽ വിടണം. പരിപാടികൾ കുറേ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഓടിച്ചിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അത് കൂടാതെ വേറൊരു കാര്യം കൊണ്ട് ഒരു 10 മണിയാകുമ്പോൾ ഒരു പെണ്ണ് കാണാൻ പോകണം ഗൈസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോവാണ്. എന്നെയോ പെണ്ണ് കാണാൻ വന്നില്ല. നമ്മളൊക്കെ അവിടെ ആയിരുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടതല്ല. നമ്മളെല്ലാം പുറത്തായതുകൊണ്ട് നമുക്ക് അങ്ങനെയാണല്ലോ. നാട്ടിലത്തെ ഒരു പരിപാടിയിൽ നമുക്ക് ഇതുവരെ പങ്കെടുക്കാനും പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ട് പാപ്പൻ്റെ മോൻ്റെ കൂടെ ഞാൻ പെണ്ണ് കാണാൻ പോവാണ്. എന്താവും എന്ന് അറിയുന്നില്ല, എന്നാലും ജസ്റ്റ് അങ്ങനെ പോകണം. അപ്പം അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരം കേക്ക് മുറി അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ഏകദേശം ഇതിനൊക്കെയുള്ള സമയമായി. ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫ്രഷൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. പുറത്തോട്ട് പോകണം. Happy birthday to you. Happy birthday to you. ഓക്കെ, കഴിഞ്ഞോ? പാട് പാട്. Happy birthday. രാവിലെ രാവിലെ ബർത്ത്ഡേ ആയിട്ട് മധുരം എവിടെ? നീ ഈ കാട്ടുവെള്ളം ഇതൊക്കെ പ്രശ്നം. മധുരം എവിടെ? മധുരം ആർക്കാ? പായസം മമ്മി? ബർത്ത്ഡേ ആയിട്ട് വാഴക്കത്ത ഡൈൻ മൈ ലൈഫ് ഇന്ന് മൊത്തം ഉണ്ട്. ഡൈൻ മൈ ലൈഫ് ഇന്ന് മൊത്തം ഉണ്ട്. ഇച്ചു എവിടെയാ? മാഡം പാട്ട് പാടുന്നുണ്ടോ? പാട്ട് പാട്. ഹാപ്പി ബർത്ത്ഡേ പാടുന്നുണ്ടേ? പാടടി. അമ്മക്ക് ബർത്ത്ഡേ പാടടി. പാട്. Happy birthday to you. Happy birthday to you. Happy birthday, Amma. Happy birthday, Amma. ഉമ്മയില്ല? അയ്യോ, പതിയേ. ഹായ് ഗൈസ് പറഞ്ഞു. ഹായ് ഗൈസ് പറഞ്ഞു. താങ്ക് യു ചുണ്ണി. രാവിലെ കോലുമുട്ടായി തിന്നുന്നു. പഠിക്കാൻ ഒന്നും ഇതൊക്കെ പോയി. ഇനി നമുക്ക് ആങ്ങളുടെ റൂമിലോട്ട് പോകാം. അവൻ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടോ നോക്കാം. ഗിഫ്റ്റ് എന്താ നിന്റെ കെട്ടിയാ കൊണ്ടു? എൻ്റെ ഗിഫ്റ്റ് എവിടെ? എന്തൊരു ഗതികേടാണ് ഗൈസ്. എന്നാ നേരം വെള്ളത്തൊന്നും വൈകുന്നേരം വരെ ഇവിടെ ഉണ്ട്. എന്നെങ്കിൽ ഗിഫ്റ്റ് മേടിച്ച് തന്നില്ലെങ്കിൽ ശരി. ഇത് ചേട്ടായുടെ ഗിഫ്റ്റായിരുന്നു. ഇത് ഇന്നലെ കിട്ടി ബോധിച്ചു. ചോക്ലേറ്റാണ് ഇത്. താങ്ക് യു ചേട്ടായി. നേരിട്ട് പറഞ്ഞാണ്. എന്നാൽ വീഡിയോക്കകത്ത് ഗുമ്മായിക്കോട്ടെ. സ്കൂളിൽ പോകാൻ മടിയാണ്ടേ. അങ്ങനെ അവളെ കുളിപ്പിച്ച് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഇനി താഴെ ബസ് വന്നു കഴിയുമ്പം വിളി വരും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം.
ഇത് ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാർ ഇപ്പം മമ്മിയുടെ ചാച്ചാച്ചിൻ്റെ വക എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് അവർ മേടിച്ചു തന്ന ചുരിദാറാണ്. ഇതിട്ടുകൊണ്ടാണ് ഞാൻ പെണ്ണ് കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ആരുടെ കൂടെയാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത് അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം അത് കാണാൻ പോകുന്നുള്ളൂ, ഉറപ്പിക്കാൻ പോകുന്നതല്ലോ, അതുകൊണ്ടൊന്നും കാണിക്കുന്നില്ല. പോയി വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് വീഡിയോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീണ്ടും തുടരുന്നതായിരിക്കും. കുറേ പേര് അതുപോലെ ബർത്ത്ഡേ ആയിട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഫേസ്ബുക്കിലും എല്ലാ മെസ്സേജും എല്ലാവർക്കും തിരിച്ച് റിപ്ലൈ തന്നെയായിരിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ പണി അതിൻ്റെ കൂടെ ഈ വീഡിയോ എടുക്കലും ഇതും കാരണം നമുക്ക് ബാക്കി അങ്ങനെയുള്ളതൊന്നും നോക്കാനുള്ളൊരു ഇതില്ല. കാരണം വീഡിയോ ചെയ്യണം രാവിലെ. ഇപ്പം സമയം കറക്റ്റ് 10 മണിയായി. 10 മണിക്ക് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും നോക്കാൻ പറ്റുന്നത്. അപ്പം ഇതെല്ലാം കഴിച്ചൊന്ന് ഫ്രീ ആയി കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരും. ആരും ഈ നമുക്ക് മെസ്സേജ് ആയിട്ട് അവൾ തിരിച്ച് മറുപടി വിട്ടില്ലല്ലോ എന്നാരും ചിന്തിക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ. അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് തുടരാം. അങ്ങനെ പെണ്ണുകാളിലൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കും മമ്മി എല്ലും കപ്പ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. മമ്മി എല്ലൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പ പൊളിക്കാനുള്ളത് അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് കൊട്ടിയൂർ. അപ്പോൾ കൊട്ടിയൂർ പറമ്പിൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ജിബിയും പപ്പയും കൂടെ തേങ്ങ എടുക്കാൻ വേണ്ടി പോകണം. പണി സ്ഥലത്തുനിന്ന് വന്നതാണ്. എന്നായിട്ടാ കഴിക്കുന്നത്? എന്നാ കഴിക്കുന്നെന്ന്? ഇന്ന് രാവിലെ ഞാൻ കഴിച്ചു വെക്കണോ? പുട്ട്, പപ്പടം, മിച്ചർ, പഴം. നല്ല കോമ്പിനേഷൻ. കഴിച്ചോ? കൊട്ടിയൂർ പറമ്പിൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. ജീവൻ തേങ്ങ പറക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇവിടെ പരിപാടി അവതരിപ്പിച്ചു. കിളി വെച്ചുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഞാനേട്ടെ പോയി ഇടന്ന് വന്ന അങ്ങനെ ചേട്ടായിയുടെ വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നു. ചേട്ടായി അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന സമയമായപ്പോഴത്തേക്കും നമുക്കിവിടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അങ്ങനെ ഫോൺ അവിടെ ചാരി വെച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞാനെന്നാൽ പിന്നെ ചോറിന് ഒരു മുട്ടയും കൂടെ പൊരിച്ചിട്ട് കഴിക്കാമെന്നുള്ള രീതിക്ക് മുട്ട പൊരിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ സമയം അതിപ്പം 1:10. നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കണം. ബാക്കി എല്ലാവരും കഴിച്ചു. ഞാൻ ഏറ്റവും ലാസ്റ്റ് കഴിക്കണം. ഇപ്പം കറി വാഴയ്ക്കാത്തോരൻ, ചെമ്മീൻ പൊടിച്ചത്, മുട്ട, പപ്പടം, ഇത് ഇന്നലത്തെ കപ്പളങ്ങ തോരൻ. പപ്പടം രാവിലത്തെ പുട്ടിൻ്റെയാണ്. അത് അപ്പോൾ കഴിച്ചിട്ട് വരാം ഗൈസ്.
കടയിൽ പോയിട്ട് വരുന്ന സമയമാണെങ്കിൽ അവിടെ വരുന്ന സമയമാണെങ്കിൽ ഓടി അവിടെ ചെല്ലും. അവിടുന്ന് വണ്ടിയുടെ പുറകെ കയറിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഹലോ ഗൈസ്, അവർ ജോലിക്ക് പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പപ്പയുടെ പെങ്ങൾ കുറച്ച് അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്ഥലത്തേക്കുള്ള ഫുഡുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണം. ബർത്ത്ഡേക്ക് ആണല്ലോ. അപ്പോൾ നമ്മൾ രാത്രിക്ക് ഫുഡ് കഴിക്കുന്നുള്ളൂ. പിന്നെ രാത്രിക്ക് പിന്നെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരത്തെ കൊണ്ട് കൊടുക്കണമെങ്കിൽ ആൻറ്റി കഴിക്കാമല്ലോ. അപ്പം ഞങ്ങളത് കൊണ്ട് കൊടുത്തിട്ട് വരാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം കേട്ടോ. ടാറ്റാ. നാത്തോൻ വണ്ടി എടുക്കൂ. എന്നതാ റോസി? അങ്ങനെ ഞങ്ങൾ ആൻറ്റീൻ്റെ അടുത്ത് പോയിട്ട് വന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടുത്തെ കടയിൽ കയറി കുറച്ച് സാധനം മേടിക്കാൻ കയറി. ഇപ്പോൾ അവിടെ നെല്ലിക്ക ഉപ്പിലിട്ടത് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് മേടിച്ചു തരാം. ഇതെന്നതിൻ്റെ പേരണ? റംബൂട്ടാനോ? ഓ, ഇച്ചുവിൻ്റെ ഉടുപ്പും ബലൂണും. ഹായ്, സൂപ്പറാണ്. ഇതന്നെ ഉപ്പിലിട്ട മാങ്ങയല്ലേ? ഉപ്പിലിട്ട നെല്ലിക്ക. ആൻറ്റിക്ക് ഒരു കുന്തും അറിയില്ല. ഗൈസ്, ഞങ്ങൾ ആൻറ്റീൻ്റെ അടുത്ത് പോയിട്ട് വന്നപ്പോൾ അവിടുത്തെ കടയിൽ കയറി. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു പാക്കറ്റ് ഇട്ട് നല്ല രസമുണ്ട്. ഗൈസ് കാണാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാണ് മേടിച്ചത്? ഓ, നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ? അത് വെള്ളം മൊത്തം ഇപ്പം തരത്താക്കും. പിന്നെ അടിച്ച് നീ കഴിക്കും. വെള്ളം കൊള്ളിയല്ല തിന്ന് കളയാം. വെള്ളത്തിനോ? വെള്ളത്തിന് ഒരുമാതിരി കയ്പാ. അല്ലല്ലേ? വാവ്, യെല്ലോ കളർ. വാവ്, പണ്ടത്തെ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ്. അതിന് കയ്പില്ലടി. അവളത് കയ്പാന്ന് പറഞ്ഞോണ്ട് കഴിച്ചു. അവളത് മൊത്തം കളഞ്ഞു. അയ്യോ, എടുക്കണേ. സത്യമുണ്ട് എന്നാലും പക്ഷെ
സ്പെഷ്യൽ എല്ലാം കപ്പയും. ഇതിലേതാ എൻ്റെ ഏതാ നിൻ്റെ? നീ തോണ്ടി പറിക്കുന്നു. നീ ഇപ്പോഴേ തോണ്ടി ഇതിനകത്ത്. ഇപ്പം ഇതെൻ്റെ. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന തർക്ക ചായ ബാ. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നതുവരേക്കും ടാറ്റാ.